നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷിക ദിനം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പരാക്രം ദിവസിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. നിഖിൽ കുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, അപ്പോൾ എന്തൊക്കെ പരിപാടികൾ ഉണ്ട് പരാക്രം ദിവസിന്റെ ഭാഗമായി? വീണ, നിരവധി പരിപാടികൾ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പരാക്രം ദിവസം, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള നിരവധി പരിപാടികൾ തന്നെയാണ്. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയം ഈ ഒരു കർത്തവ്യത്തിൽ, അതായത് ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള നേതാജിയുടെ ആ ഒരു പ്രത്യേക പ്രതിമയിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആളുകൾ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ അവിടെ എത്തും എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. കാരണം ഇന്ന് കർത്തവ്യത്തിൽ ഈ ഒരു റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് ചില പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സൽ അടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനാൽ പ്രധാനമന്ത്രി എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഒന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, ഒപ്പം തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജന്മവാർഷികം വിപുലമായി ആഘോഷിക്കാൻ പലപ്പോഴായി തീരുമാനമെടുത്തത്. നമുക്കറിയാം 2021 അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തോടുള്ള ആദരം എന്ന സൂചകമായി ഈ ഒരു പരാക്രം ദിവസ്, അതുവരെ അങ്ങനെ ഒരു ദിവസമായി ആചരിച്ചിരുന്നില്ല. ഈ 2021 കേന്ദ്ര സർക്കാർ ഈ പരാക്രം ദിവസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ആ വാർഷികം ആഘോഷിക്കാൻ തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ഒരു കർത്തവ്യപഥത്തിൽ, അതായത് ഇന്ത്യ ഗേറ്റിന് സമീപമായി ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിമ, അതും കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, BJP സർക്കാരാണ് അതിനും അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാനും തീരുമാനമെടുത്തു. അത് അതിവേഗത്തിൽ തന്നെ സ്ഥാപിക്കുന്നു. ആദ്യം ഹോളോഗ്രാം, പിന്നെ അത് പ്രതിമയായി മാറുന്നു. അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പരിപാടികൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട പല പരിപാടികളും, ഇപ്പോൾ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നേതാജിയുമായി ബന്ധപ്പെട്ട രേഖകൾ പലതും രഹസ്യ രേഖകളായിരുന്നു. അതും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ നേതാജിയെ കൃത്യമായി, നേതാജിക്ക് വേണ്ട അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള പല പരിപാടികൾ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം എന്തായാലും ഇത്തവണയും പരാക്രം ദിവസ് വിപുലമായി തന്നെ ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിട്ടുള്ളത്. വീണ.